ഈ തൃശ്ശൂർ പൂരം എന്നുള്ളത് നമ്മുടെ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ്, മാമാങ്കമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ആ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ പൂരം എന്ന് പറയുന്ന ഒരു വലിയ വികാരമാണ്, പ്രത്യേകിച്ചും തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് മുഴുവൻ, ആനപ്രേമികൾക്ക് മുഴുവൻ. അത് അവരിത് വരികയാണ്. അവിടെ മേളക്കൊഴുപ്പ്, അവർക്ക് വേണ്ടത് വെടിക്കെട്ട്, ഈ ആനകളെ കാണുക, ആനകളെ അവരങ്ങ് ആസ്വദിക്കും നിന്ന്. അത്രത്തോളം ആ ജീവിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവിടെ ഉള്ളത് എല്ലാവരും. ഞാനിത് പോയി കണ്ടിട്ടുള്ളതാണ് നേരിട്ട്. 3 വർഷം ഞാൻ തൃശ്ശൂർ ജില്ലാ ജഡ്ജിയായിട്ട്, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് ജോലി ചെയ്ത ആളാണ്. എനിക്കിതറിയാം. എല്ലാ വർഷവും ഞാൻ ഇതിനുമായിട്ട് ഇടപെടാറുണ്ട്. അപ്പോൾ ഇവിടെ 2 ദേവസ്വങ്ങളാണ് യഥാർത്ഥത്തിൽ, പാറമേക്കാവും തിരുവാമ്പാടി ദേവസ്വം. ഇവർ രണ്ടുപേരും കൂടാണ് ഇതിൻ്റെ മുഴുവൻ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂരം നടത്തുന്നതിന് തേക്കങ്കാട് മൈതാനിയിലാണ് ഇത് നടക്കുന്നത്. നല്ല രീതിയിൽ അന്തസ്സായിട്ട്, ആരും നിയന്ത്രിക്കാനൊന്നും ഇല്ലാതെ പാരാവാരമാണ്, ജനസമുദ്രമാണ് അവിടെ. അവിടെ ഒരു മനുഷ്യൻ ഒരു ബഹളം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനുണ്ടോ? ഇവിടെ കാണാമല്ലോ. എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളെല്ലാം അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പൂരം. അല്ലാതെ വെറുതെ ഒരു സംഭവം പത്രമാധ്യമത്തിൽ മാത്രം വരുന്ന ഒന്നുമല്ല ഇത്. ആരെങ്കിലും അവിടെ ബഹളം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ ഒരിക്കലുമില്ല. അത്ര അച്ചടക്കമുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ ആ രീതിയിലാണ് അവിടെ പോകുന്നത്. പ്രത്യേകിച്ചും തൃശ്ശൂർ നിവാസികളെ നമുക്ക് അതിന് നമുക്കതിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യണം ഈ കാര്യത്തിൽ. നമ്മൾ അവരെ അതുപോലെ തന്നെ അവരുടെ ആസ്വാദന രീതിയെ നമ്മൾ വിലമതിച്ചേ മതിയാവും. ഇത് ഞാൻ വേറെ സ്ഥലത്തും കാണാനിടയായിട്ടുണ്ട്. തൃശ്ശൂർ പുത്തൻപള്ളി എന്ന് പറയുന്ന ഒരു വളരെ വലിയ ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട്. അവിടെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു വലിയ മത്സരം, അവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു വലിയ മത്സരമുണ്ട്, ഈ ബാൻഡ് മേളം. അതിൽ 3 പ്രാവശ്യം അവാർഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്, ഇത് ജയിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അവിടെ പോകും. ചെല്ലുമ്പോൾ എന്താണെന്നറിയോ, ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. നമ്മളെ ഇതിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അല്പം ഗ്യാപ്പ് ഉണ്ടാക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ എനിക്കതൊരു വല്ലായ്മ ഉണ്ടായിരുന്നു ആദ്യം. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. എൻ്റെ കൂടെ പോലീസുകാരും ഒക്കെ ഉള്ളതാണ്. ഞാൻ അവിടെ പോകും. പക്ഷേ എന്താ കാര്യം എന്നറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അവിടെ നിൽക്കുമ്പോൾ. ഇത് ആസ്വദിക്കും ഈ ബാൻഡ് മുഴുവൻ ആളുകളും. അവിടെ പാരാപാരം പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. ഒരു പൂഴി വാരിയിട്ടാൽ താഴെ വീഴത്തില്ല, അതുപോലെ ജനങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഒരു വൃത്തികേടുകളോ ഒരു ബുദ്ധിമുട്ടോ ഒരു വഴക്കോ ഒരു ശല്യവും ഇല്ല. അത്രത്തോളം സമാധാനത്തോടു കൂടി ഇത് ആസ്വദിക്കുകയാണ്. അവര് കലാസാധകരാണ്, അവരതിന് വരുന്നതാണ്. അവരല്ലാതെ പരസ്പരം ഉപദ്രവിക്കാനോ ഒന്നിനും വരുന്നതല്ല. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, ഇപ്പം നമുക്ക് ഈ പൂരം കലക്കി എന്ന് പറയുന്ന ഒരു വലിയ ഒരു വാർത്ത ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് ഇങ്ങനെ ആളുകൾ എല്ലാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. ഇപ്പോൾ എനിക്ക് ഇതുമായിട്ട് ഇച്ചിരി ഒരു ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇത് മനസ്സിലാക്കി. ഈ ദേവസ്വങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു വിധത്തിൽ ഇതൊന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്, എന്താണ് ഈ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച്. ഈ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം അവിടെ ഇരിക്കട്ടെ, ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് തുടങ്ങിയതാണ് ഈ ഇടപാട്. ഇത് പുതിയതായിട്ടുണ്ടായതല്ല, ഈ വർഷം ഉണ്ടായതല്ല ഈ കലക്കല്. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇത് വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ, കരുതിക്കൂട്ടിയുള്ള രീതിയിൽ ഈ പൂരം കലക്കാനുള്ള ഇടപാടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താണെന്നറിയും, എന്തെങ്കിലും പ്രശ്നം അങ്ങ് വെടിക്കെട്ടിനെ സംബന്ധിച്ച് ഉണ്ടാക്കും. വെടിക്കെട്ട് പാടില്ല, അപ്പം തീർന്നു. പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് വെടിക്കെട്ടാണ്. ഒരെണ്ണം ഒന്നിൽ, അതായത് ആന, എഴുന്നള്ളിപ്പ്, കുടമാറ്റം, അത് കൂടാതെ വാദ്യമേളം, അവിടുത്തെ മേളം, ആ മേളം കൂടാതെ അവസാനത്തെ ഐറ്റം വെടിക്കെട്ട്. ഇത്രയും ചേർന്നാലേ പൂരം ആവുള്ളൂ. അപ്പം ഇതിൽ ഒരൈറ്റം ഇല്ലെങ്കിലോ? പിന്നെ ഈ പൂരം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ, കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് തുടങ്ങിയ ഒരു ഇടപാടാണ് കേട്ടോ ഇത് കലക്കാനായിട്ട്. അത് ആലോചിച്ചാൽ മനസ്സിലാവും. ഒന്നേ വെടിക്കെട്ടങ്ങ് നടക്കും. അപ്പോൾ വെടിക്കെട്ട് നിരോധനം. അതിന് വേണ്ടി പിന്നെ ഇവര് ഈ 2 ദേവസ്വംകാരും കഷ്ടപ്പെട്ട് ഓടി നടന്ന് അവസാനം പെർമിഷൻ വാങ്ങിക്കണം. അത് വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഒന്ന്. പിന്നെ ആന എഴുന്നള്ളിപ്പ്, ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ആനയെ കൊണ്ടുവരാൻ പാടില്ല, തീർന്നു. അവിടെ ആന ഇന്ന് വരെ എന്തെങ്കിലും ഒരു ശല്യം, ഈ തൃശ്ശൂർ പൂരത്തിന് ആനയെ കൊണ്ട് എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടായതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എല്ലാ വർഷവും ഇത് ഞാൻ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ TV കാണുന്നവനാണ്.
പക്ഷേ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു കുഴപ്പം. ആനയെ അവിടെ ആസ്വദിച്ചിരിക്കും, ആനയെ നല്ല രീതിയിൽ പരിപാലിക്കും, അവർ നോക്കും. അതുപോലെ അത്രത്തോളം നല്ല രീതിയിൽ ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള എലിഫൻസ് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് വരും. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ ആന എഴുന്നള്ളിപ്പ് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പൂരം നടക്കത്തില്ലല്ലോ. ഇല്ല, അതിനെ ഇവർ കൂടെ നടക്കണം. ആ ഇനി ആനയ്ക്ക് പനി പിടിക്കും, ആനയ്ക്ക് അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതങ്ങ് മുടക്കാൻ നോക്കും. പിന്നെ അടുത്തത് ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളുകൾ അത് അങ്ങോട്ട് ഇത്രയും പേര് അങ്ങോട്ട് കയറാൻ പാടില്ല. മൈതാനത്ത് കയറാൻ പാടില്ലെങ്കിൽ മൈതാനത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പൂഴി നുള്ളിയിട്ടോ താഴെ വീഴാത്ത വിധത്തിൽ ഉള്ളതുപോലെ ആളുകൾ അത്രയും അടുത്ത് നിൽക്കുന്നതാണ്. അവരെ ആസ്വദിക്കുന്നവരാണ് അവരെ അവര് സംസ്കാര സമ്പന്നരാണ്. ഈ തടയാൻ പോകുന്നവരെ കഴിയൊക്കെ എത്രയോ സംസ്കാരമുള്ളവരാണ് അവര്. അതൊന്ന് ആലോചിക്കണം. അത് അവിടെ കയറാൻ പാടില്ല. തീർന്നു, ഇടപാട് പോയല്ലോ ആയി. പിന്നെ അടുത്തതായിട്ട് അവസാനം എന്താണെന്നറിയോ, ഇനി ഇപ്പോൾ പിന്നെ ഒരു കുറേ ആനപ്രേമികൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ആനപ്രേമികൾ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ട്, നമ്മൾ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. വലിയ സ്നേഹമൊക്കെ ഞാൻ കണ്ടു ആളുകൾക്ക്. അവസാനം ഈ അരിക്കൊമ്പനെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗത്ത്. അവർ വലിയ ശല്യമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പേടിയാണ് ജനങ്ങൾക്ക്. ആളുകളുടെ വീട് തകർത്ത് അതിനകത്ത് അരി ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് പോകും. റേഷൻ കടകൾ തകർക്കുക, ഇതുപോലൊക്കെ ഉള്ളത് ചെയ്തുകൊണ്ടിരുന്നതാണ് സ്ഥിരമായിട്ടും. 8 പേരെ കൊന്ന ആനയാണ്. അവസാനം ഈ 8 പേരെ കൊന്ന ആനയെ ഇങ്ങനെ കൊന്നു. ആ ജനങ്ങളുടെ മുറവിളി, കാരണം ഇത് ഫോറസ്റ്റിനെതിരെ വലിയ പ്രശ്നമായി. ഫോറസ്റ്റുകാർക്കെതിരെ വളരെ പ്രശ്നങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചു, വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അവസാനം ഒരു തീരുമാനം എടുക്കേണ്ട ഗതികേട് വന്നു, ഇതിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ, പിടിക്കാൻ. അപ്പോൾ അന്ന് പിടിക്കാൻ പാടില്ല എന്നുള്ള റൂൾസ് ഒന്നുമില്ല. മാത്രമല്ല ഇങ്ങനെ അപകടകാരികളായ ആനകളെ പിടിക്കാമായിരുന്നു അന്ന്. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ഉള്ള ഈ നടപടി വന്നപ്പോൾ അവസാനം പിന്നെ അത് നമുക്കറിയാം, ഒരു ലിറ്റിഗേഷനിലേക്കൊക്കെ പോയി. അത് നമ്മുടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി, അത് പിടിക്കാൻ പാടില്ല, അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും അതിനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ ഈ ടൈഗർ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ബോർഡറാണ്. ഇതിനെ വളരെ ആഘോഷപൂർവ്വം അവിടെ കൊണ്ടുപോയി ലോറിക്കകത്തൊക്കെ കയറ്റി എല്ലാം കോൺവോയി ആയിട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മളെല്ലാം കണ്ടതാണ്. കൊണ്ടുപോയി അരിക്കൊമ്പനെ. ഇതിനെ പിടിക്കാൻ പെട്ട പാടോ, ഇതിനെ ലോറി കയറ്റാൻ പെട്ട പാടെന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവൻ പരിശ്രമമാണ് ഫോറസ്റ്റുകാരുടെ. എത്ര രൂപയുടെ ചിലവുണ്ട് ഇതിനൊക്കെ പുറകിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്തിരുന്നെങ്കിലോ ഒരു പ്രശ്നമില്ലാതെ കാര്യം പോയത്. പക്ഷെ അത് കോടതി ഉത്തരവ് മൂലം അത് നടന്നില്ല. ഇതിനെ അവസാനം ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇത് അവിടെ കണ്ട് ഒതുങ്ങിയിരിക്കുമോ? ഇത് നാട്ടിൻപുറത്ത് ഇറങ്ങണം, ഇതിനെ ആളുകളെ കണ്ടേ പറ്റുള്ളൂ, ആളുകളെ ഉപദ്രവിക്കണം. അങ്ങനെ അവിടെ ഇറങ്ങി കടകളും ഒക്കെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. അവിടെ ടൗണിൽ ഇറങ്ങി പരിഭ്രാന്തി ഉണ്ടാക്കി. അതും കഴിഞ്ഞിട്ട് ഇത് ഒരാളെ കൊന്നു. ഇതിന് ആരാ സമാനം പറയുന്നത്? ആരെങ്കിലും സമാനം പറയാൻ തയ്യാറാവും? ഇത് ഒരു മനുഷ്യജീവനല്ലേ പൊലിയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ആനകളെ ഈ കിട്ടാനില്ല ഇവർക്ക്. ഈ ദേവസ്വനൊക്കെ ആവശ്യത്തിന് ആനകളെ കിട്ടില്ല. കാരണം ഈ ആനകളെ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയുന്ന, ക്യാപ്റ്റിവേറ്റ് ചെയ്ത ആനകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ആനകളെ ആവശ്യത്തിന് കിട്ടുന്നില്ല. അവസാനം ഈ ദേവസ്വംകാരൊക്കെ ഈ ബുദ്ധിമുട്ടിയെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ മിനിസ്റ്ററെ കണ്ട് അവതരിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിലപാടെടുത്തു. എങ്ങനെയാണെങ്കിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യത്തക്കൊണ്ടുള്ള രീതിയിൽ ഇത് നിയമം ഒന്ന് ഭേദഗതി ചെയ്യാം. ആ നിയമം അങ്ങനെ ഭേദഗതി ചെയ്തു, അതിൻ്റെ റൂൾസും ഉണ്ടായി. ഇപ്പോൾ ആ റൂൾസ് ഇവിടെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ റൂൾസ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇപ്പോഴും ആനയെ കിട്ടത്തില്ല. ഇപ്പം ഈ ആനകളെ പിടിച്ചില്ലെങ്കിലുള്ള കാര്യം, ക്യാപ്റ്റിവേറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഉള്ള കാര്യം ഈ ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം തിരുവാമ്പാടി തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ക്ഷേത്രത്തിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയാനെ ആവശ്യമാണ്. പക്ഷേ ഈ കുട്ടിയാനകളെ ഇപ്പോൾ കിട്ടത്തില്ലല്ലോ. കാരണം എലിഫൻറ്റിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിവർത്തിയില്ല. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് എന്താണെന്നറിയോ, അവിടുത്തെ ആളുകളാണ് ഈ ആനയുടെ രീതിയിൽ ശാന്തിക്കാരൊക്കെ കൂടെ ചേർന്നാൽ ഇപ്പോൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സങ്കടകരപൂർവ്വം എൻ്റെ അടുത്ത് ഇത് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുള്ളതല്ലേ? അതിനെ നിരോധിക്കാൻ പറ്റും? എന്തിനിതിലൊക്കെ ഇടങ്കോലിടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല.
ഇതിൻ്റെ പുറകിലെ ചില വളരെ വ്യക്തിഗതമായ ചില താല്പര്യങ്ങളുള്ള ആളുകളുണ്ട് ഇതിന് പുറകിൽ, അതിന് സംശയമൊന്നുമില്ല കേട്ടോ. ഇത് ഈ ഈ ഒരു കാരണവശാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അരിക്കൊമ്പൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ, ഈ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ ഇടപെട്ടതൊന്നും ഇടുക്കിക്കാരോ ഇത് അനുഭവിച്ച ആളുകളൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതിന്റെ ദുരിതം അനുഭവിച്ച ആളുകളൊന്നും അല്ല ഇത് ഇടപെട്ടേക്കുന്നത്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ പൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ ആനകളുടെ ഈ ആനച്ചന്തം ആസ്വദിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയാണ് ഈ കുടമാറ്റം എന്ന് പറയുന്ന ആ ചടങ്ങ്. വൈകുന്നേരം സന്ധ്യയ്ക്ക് സമയത്തിന് അടുത്തായിട്ട് നടക്കുന്ന ഈ കുടമാറ്റം. ഈ കുടമാറ്റം കാണാനാണ് വിദേശികൾ മുഴുവൻ വരുന്നത്. അവർക്ക് വെടിക്കെട്ടൊന്നും വലിയ കാര്യമില്ല, കാരണം ഇതിലും വലിയ വെടിക്കെട്ടൊക്കെ അവിടെ നടക്കും. അവർക്ക് അതൊന്നും പ്രശ്നമല്ല. അവർക്ക് ഈ കുടമാറ്റം എന്ന് പറയുന്ന ചടങ്ങുണ്ടല്ലോ, അവർക്കത് കാണണം. അത് കാണുക എന്ന് പറയുന്നതാണ്. ഒരുപാട് വിദേശികൾ ഇതിനായിട്ട് ഇവിടെ വരാറുണ്ട്. ഞാൻ നമ്മുടെ സംസ്കാരമാണ് ഈ പൂരം എന്ന് പറയാൻ തന്നെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ഫ്രാൻസിൽ ഉൾപ്പെടെ ഉള്ള പല രാജ്യങ്ങളിലും ആളുകൾ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും യു ആർ ഫ്രം ഐ ആം ഫ്രം ഇന്ത്യ, യു ആർ ഫ്രം ഇന്ത്യ, ഫ്രം വിച്ച് പാർട്ട്? ഐ എം ഫ്രം കേരള. കേരള എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സർക്കാർ ഭരിക്കുന്നതിൻ്റെ ഇതൊന്നുമില്ല അവർ ഓർത്തിരിക്കുന്നത്. ഓ, തൃശ്ശൂർ പൂരം അവർ ചോദിക്കുന്നതാണ്. തൃശ്ശൂർ പൂരം നമ്മളെ കഴിയും കൂടുതൽ അവർ ഓർത്തിരിക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം. നമുക്കിത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത വർഷത്തെ പൂരം എന്നാണെന്ന് അവർക്ക് കാണാതറിയാം. കാരണം ആ രീതിയിലാണ് ഇതിന് അത്രത്തോളമാണ് ഇതിനുള്ള താല്പര്യം വിദേശികൾക്ക്. ഇന്ത്യക്ക് ഒരുപാട് വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു ചടങ്ങാണത്. അത് മാത്രമല്ല നമ്മുടെ കേരളത്തിന്, അവിടുത്തെ കച്ചവടക്കാർക്ക്, മാത്രമല്ല അവിടുത്തെ കലാപ്രേമികൾക്ക്, കലാസ്വാദകർക്ക്, സംസ്കാര സമ്പന്നരായ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് അവരുടെ ഒരു വലിയ വികാരമാണ് ഈ പൂരം. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്യാപ്റ്റി എലവൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആ നിയമമൊക്കെ ഒന്ന് മാറി വരണം. ഇതെന്താ പറയുക, ഇവിടെ ആവശ്യത്തിന് ആനകളെ കിട്ടണം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വനത്തിന് ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആന സമ്പത്ത് നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് തോന്നിവാസം പോലെ, ഇപ്പം തടിപിടിപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പം ആനയെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കുന്ന പണികളൊന്നും ഇല്ല. പണ്ട് തടി പിടിക്കാനായിട്ട് കൂപ്പിലൊക്കെ അതിന് ഉപയോഗിക്കണ്ട, അവിടെ ക്രെയിൻ ഉപയോഗിക്കണം. ഈ ആനയെ അതിനൊന്നും ജോലി ചെയ്യിപ്പിക്കരുത്. ആനയെ ആവശ്യമുള്ളവർക്ക് ആനയെ വേണ്ടേ? അപ്പോൾ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഈ അധികമുള്ള ആനകളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യണം. ക്യാപ്റ്റിവേറ്റ് ചെയ്തതിനെ അതിനെ ഉപദ്രവിക്കാനല്ല, അതിനെ സംരക്ഷിക്കണം. ഈ ആന വെളിയിലോട്ട് ഇറങ്ങുന്നത് എന്താണ്? അതിന് വനത്തിൽ ഇത്രയും എണ്ണ ഇത് പെരുകി കഴിഞ്ഞപ്പോൾ അതിന് ആഹാരമില്ല, ആവശ്യത്തിനുള്ള ആഹാരമില്ല. ഈ മരത്തിൻ്റെ പട്ടകളാണ് ഇത് കൂടുതൽ ഒരുപാട് എണ്ണം തിന്നുന്നത്. അതിനൊന്നും പട്ട ഇപ്പോൾ ഇല്ല മരത്തിന്. അതിന് തൊലിയില്ല മരത്തിന്, എല്ലാം തടി മാത്രമേ ഉള്ളൂ പലപ്പോഴും മരത്തിൽ. മാത്രമല്ല ഈ ആവശ്യത്തിന് ഈറ്റ കിട്ടണം, അത് കിട്ടത്തില്ല. പിന്നെ അത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുന്ന വാഴയൊക്കെ ഇത് നശിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ? അവിടെ തീറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതിന് വെള്ളം കിട്ടത്തില്ല. ഇതൊക്കെ ഇതിനെ പരിപാലിക്കുമ്പോൾ നല്ല അന്തസ്സായിട്ട് തന്നെ ചെയ്യാമല്ലോ. ഈ ആനകളെ ഈ ദേവസ്വങ്ങളിലൊക്കെ പരിപാലിക്കുന്ന നമുക്ക് കാണണം. അവർക്ക് അതിനകത്ത് വേറെ ഒന്നുമില്ല. ആനകളുടെ താല്പര്യമുണ്ട്. ആനയെ അവർ ഒരു വളരെ അത്രത്തോളം പവിത്രമായ രീതിയിൽ കാണുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യത്തിന് ആനകളെ കിട്ടണം. ഈ എഴുന്നള്ളിപ്പിനൊക്കെ ആനയെ കിട്ടണം. അതൊക്കെ തടയുന്നതിന് ഇതൊരു ചന്തമല്ലേ കാണുന്നത്. റോഡിലൂടെ കൊണ്ടുപോയി ആളെ ഉപദ്രവിക്കരുതെന്ന് എനിക്കൊരപേക്ഷയുണ്ട്. അതൊഴിച്ചാൽ, കാരണം ഇപ്പോൾ ഹൈവേയിലൊക്കെ ഇത് ഇറക്കി വെച്ചിട്ട് മണിക്കൂറുകളോളം വാഹനം തടഞ്ഞിടുന്നതിലൂടെ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അതൊഴിച്ചാൽ ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു എഴുന്നള്ളിപ്പ് നടത്തണം, ആനയെ വേണം. ആനയ്ക്ക് പകരം വേറെ വല്ലതിനെ കൊണ്ടുവന്നാൽ പറ്റുമോ? അപ്പോൾ നമുക്ക് പോത്തിനെ അതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇതിന് കിട്ടണം. ആ കിട്ടുന്നത് അതിന് ഉള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടണം. പിന്നെ ഈ ഉണ്ടല്ലോ, ഈ പൂരം ഇതുപോലെ കരുതിക്കൂട്ടി ഇങ്ങനെ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഭരണകൂടം ശ്രമിക്കാൻ പാടില്ല. അതിൽ ഇടപെടുക എന്ന് പറയുന്നത് ഒരു വിഘാതങ്ങളും അതിനുണ്ടാക്കാതെ നോക്കണം. ഇപ്പോൾ ആവശ്യമില്ലാതെ അവിടെ ചെന്ന് കയറി പോലീസിനെ അകത്ത് കയറി, ഇപ്പോൾ ഇടയ്ക്കൊരു ഉത്തരവ് വന്നായിരുന്നു, ആനയുടെ 50 മീറ്റർ അപ്പുറത്തെ ആളുകൾ നിൽക്കാവുന്ന പൂരപ്പറമ്പിലോ 50 മീറ്ററോ. അവിടെ ആനയുടെ കാലിൻ്റെ കീഴിൽ ആളുകൾ കയറി നിൽക്കും, പക്ഷേ ആന അനങ്ങത്തിലോ ഒന്നും ചെയ്തില്ല. ആ രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ഒരു ഭൂഷണമല്ല.
നമ്മുടെ ഈ സംസ്കാരത്തിന് ആ പൂരം നന്നായിട്ട് നടന്നു കിട്ടണം. ഇനി ഇതിനിപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലെ ഒരുപാട് കള്ളക്കളികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ആനപ്രേമത്തിൻ്റെയൊക്കെ പുറകിൽ അതെന്താണെന്നുള്ളതിൻ്റെ ഡേറ്റ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുന്ന മുറയ്ക്ക് വലിയ താമസമില്ലാതെ എനിക്ക് കിട്ടും. അത് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അത് വെളിവാക്കാം. ഇതിൻ്റെ പുറകിൽ കോടികളുടെ ഇടപാടാണ്, ലക്ഷങ്ങളല്ല, കോടികൾ, ശതകോടികളുടെ ഇടപാടാണ് ഇതിൻ്റെ പുറകിൽ. അത്രേ ഞാനിപ്പോൾ പറയുന്നത്.